ഞാൻ ഇച്ചിരി മീൻ മേടിച്ച് അത് കറി വെച്ചേക്കാമെന്ന് ഓർത്തു. അത് വെട്ടിക്കൊണ്ടിരിക്കുവാണേ. ഈ മീനിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അത് വെട്ടി ഇച്ചിരി കറി വെക്കാമെന്ന് ഓർത്തു. ഇതാ മീൻ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. മീൻ വെട്ടുക. കണ്ടോ, ഞാൻ മീനൊക്കെ വെട്ടി റെഡിയാക്കിയേ. ഇത് കണ്ടോ, ഇതാ മീൻ കണ്ടോ. ഇത് എനിക്ക് ഇച്ചിരി മറവി കൂടുതലുള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് മീനിൻ്റെ പേര് പറഞ്ഞു അതങ്ങ് മറന്നുപോയി. ഇപ്പോൾ അത് ഓർത്തെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പേര് മീൻ കൊണ്ടുവന്ന ആൾ പറഞ്ഞ മുരശെന്ന് പറഞ്ഞു. എന്നാലും നല്ല ടേസ്റ്റുള്ള മീൻ. ഞങ്ങളിതിന് മുൻപ് വാങ്ങിച്ച് കറി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഇതാ മീനിന് ചേർക്കുവാനുള്ള സാധനങ്ങളൊക്കെയാണ്. അത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മുളക് പൊടി, ഉലുവാപ്പൊടി, പുളി ഇവിടെ ഞാൻ എടുത്ത് വെള്ളത്തിലിട്ട്, ഇത് പുളി വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ടേക്കുവാണ് കുതിരാൻ. ഇനി നമുക്ക് ഒന്ന് കറി വെക്കാം. ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പം കറിവേപ്പില ഇടാതെ കടുകിട്ട് കരിവേപ്പില ഇട്ട് നമുക്ക് വെളുത്തുള്ളി ഇടാം. ഉള്ളിയിട്ട് നമുക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി നല്ലതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പം നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർക്കാം. ചട്ടിയിലായതുകൊണ്ടാണ് ഇങ്ങനെ പുക വരുന്നത്. നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ഇടാം. രണ്ടായിട്ട് കീറിയ പച്ചമുളകാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം മൂത്ത് വന്ന് നമ്മളെടുത്ത് വെച്ച മുളക് പൊടി ഇടാം. നല്ലതായിട്ട് മൂക്കുന്നോടം വരെ ഇളക്കാം. മുളക് നല്ലതായിട്ട് മൂത്ത് ഇനി നമുക്ക് എടുത്ത് വെച്ച പുളിയും കൂടെ അതിനകത്തിടാം. ഇനി നല്ലതായിട്ട് തിളന്ന് കഴിയുമ്പം നമുക്ക് അരപ്പ് നല്ലതായിട്ട് തിളച്ചിനി നമുക്കതിലേക്ക് മീൻ പിറക്കിയിടാം. മീൻ പിറക്കിയിട്ടു. ഇനി ഇത് ഒരു പകുതി വാടിക്കഴിയുമ്പം മാത്രമേ ഞാൻ ഉപ്പ് ചേർക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് നമ്മൾ മീനിൻ്റെ ഉളുമ്പൊക്കെ പോകാൻ ഉപ്പിട്ടല്ലേ കഴുകുന്നത്. അപ്പം അതുപോലെ നമ്മൾ മീനെടുപ്പ് വെച്ചതിന് അന്നേരം ഉപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉളുമ്പിറങ്ങും. അതുകൊണ്ട് ഞാനൊന്ന് തിളച്ച് മീനിൻ്റെ കഷ്ണങ്ങളൊന്ന് വാടിയ ശേഷമേ ഉപ്പിടത്തുള്ളൂ. കണ്ടോ, മീൻ തിളച്ച് ഇനി നമുക്ക് ഉപ്പിടാം. കണ്ടോ, ഉപ്പിടുന്നു. മീൻ തിളച്ചതിന് ശേഷമേ ഞാൻ ഉപ്പിടാറുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഉളുമ്പിറങ്ങും. ഇനി ഒരു 10-20 മിനിറ്റ് ഇരുന്ന്
10-15 മിനിറ്റോളം ഇരുന്ന് വേകട്ടെ. നമുക്ക് തീ ശകലം കുറച്ച് കൊടുക്കാം. മീൻകറി റെഡിയാകുമ്പോഴത്തേനെ നമുക്ക് കപ്പ 2-3 കപ്പ, 2-3 ചേമ്പ്, കുറച്ച് ചേന, ഇതെല്ലാം കൂടെ നമുക്ക് വേവിക്കാം. മീൻകറി വേകുമ്പോഴത്തേന് കപ്പയും ചേമ്പും ചേനയും കൂടെ ഞാൻ വേവിക്കാൻ പോണേ, അടുപ്പത്ത് വേവിക്കാൻ പോണേ. ഇത് ഞാൻ അരപ്പിട്ട് വേവിച്ചതിന് ശേഷം ഇനി നിങ്ങളെ വീണ്ടും കാണിക്കാം കേട്ടോ. കപ്പയും മീൻകറിയും റെഡി. നമുക്ക് ഇച്ചിരി കഴിച്ച് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന്. ഒരു കഷ്ണം മീൻകറിയും ഇച്ചിരി ചാറും എടുത്ത് കഴിച്ച് നോക്കാം. അടിപൊളിയാണ്. കപ്പയും ചേനയും ചേമ്പും കൂടി ഇട്ട് വേവിച്ചുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ.